ആലപ്പുഴയിലെ സെബാസ്റ്റ്യൻ സ്ത്രീകളെ കൊല്ലുന്ന വിവരങ്ങൾ നമ്മൾ കുറച്ച് ദിവസം കൊണ്ടായി കേട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പുതിയൊരു വാർത്തയും കൂടെ വരുന്നുണ്ട്. കൂത്താട്ടുകുളത്തുള്ള ഒരു ഏലിയാമ്മയെ കൂടി ഇയാൾ കൊന്നിട്ടുണ്ട് എന്ന്. സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് ഏലിയാമ്മ വന്നു എന്നാണ് കരുതുന്നത്. ഏലിയാമ്മയുടെയും സെബാസ്റ്റ്യന്റെയും ഫോൺ ലൊക്കേഷൻ ആ സമയത്ത് ആലപ്പുഴ പള്ളിപ്പുറത്തെ വീടിന്റെ പരിസരത്ത് തന്നെയായിരുന്നു. കൂത്താട്ടുകുളത്ത് താമസിക്കുന്ന ഏലിയാമ്മയായിട്ട് സെബാസ്റ്റ്യന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഏലിയാമ്മയുടെ മകൻ ബേബി മത്തായി ഏലിയാമ്മയുടെ ഭർത്താവും അത് അംഗീകരിച്ചിട്ടുണ്ട്. അവിടെ വന്ന് സ്ഥിരമായി ഏലിയാമ്മയുമായിട്ട് സ്ഥലം കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ട് എന്ന് ഏലിയാമ്മയുടെ മകൻ ബേബി പറയുന്നുണ്ട്. 3-4 പ്രാവശ്യം ബേബി ഏലിയാമ്മയുടെ ഒപ്പം സെബാസ്റ്റ്യനെ കണ്ടിട്ടുണ്ട്. കൂത്താട്ടുകുളത്ത് അയാൾ 5-6 മാസം ഉണ്ടായിരുന്നു എന്നാണ് ബേബിയുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏലിയാമ്മയും സെബാസ്റ്റ്യനും ഒന്നിച്ച് ഷാപ്പിൽ കയറി മദ്യപിച്ചു എന്ന് അവിടെ ഒരു ഷാപ്പിലെ ജീവനക്കാരൻ മൊഴി പറഞ്ഞതായിട്ടാണ് വരുന്നത്. അപ്പം ഏലിയാമ്മയെ തീർച്ചയായിട്ടും ഇയാളുടെ വരുതിക്ക് നിർത്താൻ കഴിയും. കാരണം അല്പം മദ്യം കൊടുത്താൽ അയാളൊപ്പം എവിടെ വേണേലും പോകും. ഏലിയാമ്മയും അതുപോലെ തന്നെ സെബാസ്റ്റ്യനും ഒന്നിച്ച് നടക്കുന്ന 3-4 പ്രാവശ്യം കണ്ടു എന്ന് മകൻ പറയുന്നുണ്ട്. മകനും പിതാവും ഏലിയാമ്മയെ കാണാതെ പോയപ്പോൾ അവര് സെബാസ്റ്റ്യന്റെ ആലപ്പുഴ പള്ളിപ്പുറത്തെ വീട്ടിൽ വന്ന് അന്വേഷിച്ചു എന്നും വാർത്ത വരുന്നുണ്ട്. ഇപ്പോഴ് ഏലിയാമ്മ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് വരുന്നത്. ഈ സംഭവം നമുക്കറിയാം. സെബാസ്റ്റ്യന് തുടക്കത്തില് ബിന്ദു പത്മനാഭന് എന്നൊരു സുന്ദരിയായ സ്ത്രീയെയാണ് കൊന്നത്. അവർ MBA കാരിയായിരുന്നു. ആലപ്പുഴയിൽ നിന്ന് അവർ ബാംഗ്ലൂർ പോയി പഠിച്ചിരുന്നു. ബിന്ദു പത്മനാഭനെ 2017 കൊന്നുവെന്നാണ് വാർത്തകൾ വരുന്നത്. പക്ഷേ 2006-2007 കാലഘട്ടത്തിൽ അവരെ കാണാതെ പോയി, അല്ലെങ്കിൽ അവരെ കണ്ടിട്ടില്ല പലരും എന്നിവിടെ വാർത്ത വരുന്നുണ്ട്. എന്നാണ് കൊന്നതെന്ന് കൃത്യമല്ല. എങ്കിലും അതിനുശേഷം സെബാസ്റ്റ്യനെ പറ്റി, അയാൾ കൊന്ന പല ആൾക്കാരെ പറ്റി വാർത്തകൾ വന്നെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് എവിഡൻസ് പോലീസ് കളക്ട് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കോട്ടയം ക്രൈംബ്രാഞ്ച് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് അവരുടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെയാണ് സെബാസ്റ്റ്യനെ പറ്റി കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതിരമ്പഴടുത്തുള്ള ജൈനമ്മ 2024 ഡിസംബർ 23 വീട്ടിൽ നിന്ന് പോയതാണ്. അവിടെ അവരെ കാണാൻ സ്ഥിരമായിട്ട് സെബാസ്റ്റ്യൻ വരും. സെബാസ്റ്റ്യന്റെ ഇന്നോവ കാറിൽ അവരെ കൊണ്ടുപോയി തലയ്ക്കടിച്ചോ അല്ലെങ്കിൽ അവർ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ കൊണ്ടുപോയോ കൊന്നു എന്നാണ് കരുതുന്നത്. സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിന് അവിടെ നമുക്കൊരു തലയോട്ടി കിട്ടിയ കാര്യം അറിയാം, ഒരു കൊന്ത കിട്ടിയ കാര്യങ്ങൾ, മനുഷ്യ ശരീരത്തിലെ ചില എല്ലും കഷ്ണങ്ങൾ ഒക്കെ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. സ്ഥിരമായി ഇയാള് സ്ത്രീകളെ വശീകരിച്ച് അവിടെ കൊണ്ടുവന്ന് കൊന്ന് അവരെ കൈവശമുള്ള പണവും അതോടൊപ്പം തന്നെ സ്വർണ്ണാഭരണങ്ങളും അവർക്ക് വസ്തുക്കൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് തട്ടിയെടുക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സെബാസ്റ്റ്യൻ ഒരു സീരിയൽ കില്ലറാണ്. അയാൾ വളരെ ചെറുപ്പം മുതലേ ഈ കൊലപാതകങ്ങൾ ചെയ്തു തുടങ്ങിയ ആളാണ്. ആരെ വേണേലും കൊല്ലും, അവരെ വശീകരിച്ച് കൊന്നിട്ട് അവരെ സ്വത്തുക്കൾ തട്ടിയെടുക്കുന്ന സ്വഭാവക്കാരനാണ്. ഇപ്പം തന്നെ 10-65ഓളം വയസ്സായൊക്കെ വന്നു. അയാൾ പ്രതികരിക്കാതിരിക്കുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് വളരെ വിദഗ്ധമായ രീതിയിൽ അയാളെ ചോദ്യം ചെയ്തിട്ടും അയാൾ പല ഉത്തരങ്ങളും പറയാൻ മടിക്കുന്നു, പറയാതിരിക്കുകയാണ്. ഇപ്പം കൂത്താട്ടുകുളത്തെ ഏലിയാമ്മയെ കൊന്ന പട്ടികയിലേക്ക് വരികയാണ്. ഏറ്റവും അവസാനം നമ്മൾ മനസ്സിലാക്കിയത് ജൈനമ്മയുടെയാണ് 2024. അതിനു മുമ്പ് അയാൾ ആയിഷ എന്ന ഒരു സ്ത്രീയെ 2012 കൊന്നുവെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം 2005-2006 മുതലുള്ള മിസ്സിങ് പല ആൾക്കാരും ഇയാൾ കൊന്നുവെന്ന് കണ്ടെത്തി കഴിഞ്ഞു. അതിനുള്ള ചില തെളിവുകൾ അയാളുടെ പള്ളിപ്പുറത്തെ വീടിൻ്റെ കോമ്പൗണ്ടിൽ നിന്നൊക്കെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ അയാളുടെ വീട്ടിലെ അകത്ത് നിന്ന് ബ്ലഡ് സ്റ്റെയിൻസ്, മനുഷ്യ ശരീരത്തിൻ്റെ രക്തം വീടിൻ്റെ പല സ്ഥലത്തും
അത് പറ്റിയിരുന്നത് ചിരണ്ടിയെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴും അത് ലഭിച്ചിട്ടുണ്ട്. പൊതുവെ ആ വീടും പരിസരവും കൊലപാതകം നടത്തുന്ന ഒരു ഏരിയ ആണ്. അത് മനുഷ്യ ശരീരമാണെങ്കിൽ ആ എവിഡൻസ് അയാൾ കത്തിക്കുകയും അത് വെട്ടിനുറുക്കുകയും അങ്ങനെ നശിപ്പിക്കുന്ന പ്രവണത അയാൾ കാണിക്കുന്നുണ്ട്. ഇയാളൊരു മനോരോഗി തന്നെയാണ്, സംശയമില്ല. സീരിയൽ കില്ലറാണ്, ഒരു സൈക്കിക്കാണ് ഇയാൾ. കാരണം ചെറുപ്പം മുതലേ 18-20 വയസ്സ് മുതലേ കൊന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഞാൻ 1980, 78, 80 കാലഘട്ടത്തിൽ ഒരു ടാക്സിക്കാരനെ കൊന്നില്ല ഇയാളെ. ഇപ്പോൾ എനിക്ക് ഇയാൾ തന്നെയാണ് എന്ന് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞു. ആ കേസുകൾ ഇപ്പോഴും തെളിയാതെ കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ കീഴിൽ കിടപ്പുണ്ട്. ഇപ്പോഴ് കൂത്താട്ടുകുളത്തെ ഏലിയാമ്മയുടെ വന്നപ്പം പുതിയ ആൾക്കാരുകളെ പലരും മിസ്സായവരുടെ കാര്യങ്ങൾ രംഗത്ത് വന്നുകൊണ്ടേയിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ഈ ഒരു ആളിൽ നിന്ന് വളരെയധികം കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിക്കണം. കാരണം കോട്ടയം ക്രൈംബ്രാഞ്ച് അവരുടെ ജയിലമ്മ കേസിനകത്ത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇയാൾക്കെതിരായിട്ട് ഉള്ള എവിഡൻസ് ശേഖരിച്ചിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ ഫോറൻസിക് അവിടെ ടോപ്പ് പ്രയോറിറ്റി കൊടുത്തിട്ട് അതിനെ ഫോറൻസിക് സയൻസ് ലാബറട്ടറി എന്നുള്ള റിപ്പോർട്ടുകൾ വാങ്ങിച്ചിട്ട് അടിയന്തരമായിട്ട് ഇയാൾക്കെതിരായിട്ട് ഒരു കുറ്റച്ചാർജ് കോടതി കൊടുക്കണം. അത് തന്നെയല്ല, ആലപ്പുഴയിൽ ഇയാളുടെ പല കൊലപാതകങ്ങളുടെ സമയത്തും അവിടുത്തെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇയാളിൽ നിന്ന് പണം വാങ്ങിച്ചെന്നും പല കേസുകൾ അവർ മറച്ചു വെച്ചെന്നും ഒതുക്കി തീർത്തെന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ടെങ്കിലും അവരെ അടിയന്തരമായിട്ട് ചോദ്യം ചെയ്യണം. കാരണം ഇയാൾക്ക് പ്രായമുണ്ട്, സിക്കാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്ത ആൾക്കാരെ തീർച്ചയായിട്ടും അറസ്റ്റിൽ ഉൾപ്പെടുത്തണം. ഇയാളെ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും അറസ്റ്റിൽ ഉൾപ്പെടുത്തണം. കാരണം ഇയാൾ സിക്കാണ്, ഇയാൾക്ക് എന്തും എപ്പം വേണമെങ്കിലും സംഭവിക്കാം. എങ്കിൽ തന്നെയും ഈ കൊലപാതകത്തിന് കൂട്ടു നിന്നവരെ പോലീസ് ഉദ്യോഗസ്ഥനായാലും ശരി, നാട്ടുകാരനായാലും ശരി, ഇയാളുടെ സഹായി ആയാലും ശരി, ഏജന്റുകളായാലും ശരി, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെങ്കിൽ ഇയാൾ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അവരെ ഇയാളുമായിട്ട് കൺഫ്രണ്ട് ചെയ്ത് അങ്ങനെയുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി ഒരു കുറ്റച്ചാർജ് അടിയന്തരമായിട്ട് ഞാൻ കൊടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ഈ ആളില്ലെന്നെങ്കിൽ കുറ്റച്ചാർജ് പിന്നെ കൊടുക്കാനായിട്ട് കഴിയില്ല. കോട്ടയം ക്രൈംബ്രാഞ്ച് അവരുടെ ജയിലമ്മ കേസ് നന്നായിട്ട് അഡ്വാൻസ് ചെയ്ത് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴയിലെ കേസുകളുടെ നിജസ്ഥിതി എങ്കിലും ആ ബിന്ദുവിൻ്റെ കേസിനകത്തും അവർക്ക് കൂടുതൽ എവിഡൻസുകളൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ കേസും അടിയന്തരമായിട്ട് അത് ചാർജ് ഷീറ്റ് കൊടുക്കണം. അതുപോലെ ഐഷയുടെ കേസ് കിടപ്പുണ്ട്. ഇങ്ങനെ പല കേസുകൾ. പിന്നെ അവിടെ റോസമ്മ എന്ന സ്ത്രീയുടെ വീടിനടുത്ത് ഇയാൾ സ്ഥലം വാങ്ങിച്ച് അവിടെ JCB കൊണ്ട് അവിടെ നിരപ്പാക്കിയൊക്കെ ചരിത്രങ്ങളും സംഭവങ്ങളും നമുക്കറിയാം. അവിടെയും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ ആൾക്കാരെ കൊണ്ടുവന്ന് കൊന്ന് എവിഡൻസ് നശിപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ സീരിയൽ കില്ലറിനെ നമുക്ക് ഇത്രയും വർഷങ്ങളായിട്ട് ഇപ്പോഴാണ് പിടിക്കാൻ സാധിച്ചത്. അതെന്തായാലും അയാൾ കൊന്ന് ആൾക്കാരെ കൊന്ന് എവിഡൻസ് നശിപ്പിച്ച് പോയി മൺമറഞ്ഞ് പോയേനെ. അതിനു മുമ്പ് അയാളെ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ സാധിച്ചത് നല്ല കാര്യം. അത് അതിലേക്ക് സഹായിച്ച, അതിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ നടന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഒരിക്കൽ കൂടുതൽ അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ കേസിൻ്റെ അന്വേഷണം ഏകദേശം കംപ്ലീറ്റ് ആയ ജയിലമ്മ കേസിൻ്റെ കുറ്റച്ചാർജ് അടിയന്തരമായി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഏതായാലും ഇതുപോലൊരു സൈക്കിക് സീരിയൽ കില്ലറെ കേരളം കണ്ടിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്.